പാലക്കാട് മൂത്താന്തറയിലെ RSSന്റെ വ്യാസവിദ്യാപീഠം സ്കൂളിലുണ്ടായ സ്ഫോടനത്തിൽ ഗുരുതര ആരോപണവുമായി CPIM. പാലക്കാട്ടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ RSS ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമാണ് സ്കൂൾ പരിസരത്തെ സ്ഫോടനമെന്ന CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട് മൂത്താന്തറ ദേവിനഗറിലെ വ്യാസവിദ്യാപീഠം സ്കൂൾ പരിസരത്ത് ഇക്കഴിഞ്ഞ 20-നാണ് ബോംബ് സ്ഫോടനം ഉണ്ടായത്. ബോംബ് പൊട്ടിത്തെറിച്ച് 10 വയസ്സുകാരൻ ഉൾപ്പെടെ 2 പേർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ഗുരുതര വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുത്ത പോലീസ് അന്വേഷണം തുടരുകയാണ്. RSS നിയന്ത്രണത്തിലുള്ള സ്കൂളിന്റെ മുറ്റത്തുനിന്ന് 4 മാരക സ്ഫോടന വസ്തു പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നിൽ RSSും BJPയുമാണെന്ന് ആവർത്തിച്ച് CPIM. ഒന്ന്, ഈ ബോംബ് കണ്ടെത്തിയത് RSSന്റെ സംഘപരിവാർ സംഘടനകളിൽ ഒന്നായിട്ടുള്ള ഭാരതീയ വിദ്യാനികേതൻ അവരുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ് വ്യാസവിദ്യാപീഠ്. വർഗീയ സംഘർഷത്തിലേക്ക് ലക്ഷ്യം വെച്ചാണ് സ്കൂളിൽ RSS ബോംബ് സൂക്ഷിച്ചത്. സമീപത്തെ RSS കാര്യാലയം റെയ്ഡ് ചെയ്യണമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഇപ്പോഴും ബോംബ് നിർമ്മാണവും ആയുധ ശേഖരവും RSS തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. RSSന്റെ കാര്യാലയങ്ങളെല്ലാം ആയുധപുരകളാണ്. ആ RSSന്റെ കാര്യാലയങ്ങൾ സമയബന്ധിതമായി തന്നെ റെയ്ഡ് ചെയ്യാൻ കഴിയണം. CPIM ഊർജിത അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു. കോൺഗ്രസും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകി. കൈരളി ന്യൂസ്, പാലക്കാട്.